വെൽക്കം ബാക്ക്. വീണ്ടും സ്വാഗതം. പലപ്പോഴായി നമ്മൾ സിം കാർഡുകൾ വാങ്ങിക്കുന്നു. ചിലപ്പോൾ നമ്മളുടെ സ്വന്തം ആവശ്യത്തിനായി, ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി, ചിലപ്പോൾ ചില കമ്പനികൾക്ക് ചില സ്ഥലങ്ങളിൽ റേഞ്ച് കുറവായതുകൊണ്ട്, മറ്റു ചിലപ്പോൾ ചാർജ് കൂടുതലായതുകൊണ്ട്, അങ്ങനെ പലർക്കും നിരവധി സിം കാർഡുകൾ ഉണ്ടാകാം. നമ്മുടെ മൊബൈലിൽ വരുന്ന പിൻകോഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാൻ, ബാങ്ക് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ, ഗൂഗിൾ പേ പോലുള്ള UPI പേയ്മെൻറ്റ്സിൽ, ഇമെയിൽ റിക്കവറി, സോഷ്യൽ മീഡിയ പോലുള്ള നിരവധി സംവിധാനങ്ങളിൽ വെരിഫിക്കേഷൻ മെത്തേഡായിട്ടുമൊക്കെ മൊബൈൽ നമ്പേഴ്സ് ഉപയോഗിക്കുന്നു. ഇന്ന് പുതിയ സിം കാർഡ് വേണമെങ്കിൽ ആധാർ വേണം, ബയോമെട്രിക് വെരിഫിക്കേഷനൊക്കെ വേണം. എന്നിട്ടും നമ്മുടെ ഐഡൻറ്റിറ്റി മോഷ്ടിക്കപ്പെടുന്നു. ഫ്രോഡ്സ്റ്റേഴ്സ് ആർ എ സ്റ്റെപ്പ് അഹെഡ്. അതുകൊണ്ട് തുടർച്ചയായ ജാഗ്രത വേണം. ഈ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ പേരിൽ അൺഓതറൈസ്ഡായ സിം ഒന്നുമില്ല എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പേഴ്സ് എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റായ സഞ്ചാർ സാഥിയും മൊബൈൽ ആപ്പും നമ്മെ സഹായിക്കുന്നു. പബ്ലിക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, നിയമപരമായി ഒരാൾക്ക് എത്ര മൊബൈൽ നമ്പറുകൾ ആകാം എന്നതാണ്. ഒരാൾക്ക് 9 മൊബൈൽ നമ്പർ വരെ ആകാം. എന്നാൽ ജമ്മു കാശ്മീരിലോ ആസാമിലോ നോർത്ത് ഈസ്റ്റിലോ ആണെങ്കിൽ നിങ്ങൾക്ക് 6 മൊബൈൽ നമ്പറുകളിലധികം ഉണ്ടാകാൻ പാടില്ല. ഇറ്റ്സ് ഈസി ടു ഫൈൻഡ് ദ നമ്പേഴ്സ് രജിസ്റ്റേർഡ് ഇൻ യുവർ നെയിം. നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ കണ്ടുപിടിക്കാൻ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റായ sanjarsathi.gov.in എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സഞ്ചാർ സാഥി എന്ന മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ പറഞ്ഞ ആപ്പിലും വെബ്സൈറ്റിലുമുള്ള നിരവധി യൂട്ടിലിറ്റികളിലൊന്നാണ് നോ മൊബൈൽ കണക്ഷൻസ് രജിസ്റ്റേർഡ് ഇൻ യുവർ നെയിം. ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റായ sanjarsathi.gov.in എന്ന വെബ്സൈറ്റിലൂടെ എങ്ങനെയാണ് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ഈ വെബ്സൈറ്റിൽ ഓപ്പണിംഗ് പേജിൽ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ചുവടെ നോ മൊബൈൽ കണക്ഷൻസ് ഇൻ യുവർ നെയിം എന്ന ലേബൽ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇറ്റ് വിൽ ടേക്ക് യു ടു ദ നെക്സ്റ്റ് സ്ക്രീൻ. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ക്യാപ്ച കംപ്ലീറ്റ് ചെയ്താൽ വെരിഫിക്കേഷന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു OTP ലഭിക്കും. ഈ OTP ഇവിടെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യാം. അടുത്ത സ്ക്രീനിൽ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യപ്പെടും. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് 3 കാറ്റഗറിയിലായിരിക്കും. നോട്ട് മൈ നമ്പർ, ഇത് എൻ്റെ നമ്പറല്ല. നോട്ട് റിക്വയർഡ്, ആവശ്യമില്ല. റിക്വയർഡ്. ഇവിടെ ഇടതുവശമുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ഈ ഓപ്ഷൻ രേഖപ്പെടുത്താം. ഈ നമ്പേഴ്സൊക്കെ സെലക്ട് ചെയ്ത് കൃത്യമായ ഓപ്ഷൻ രേഖപ്പെടുത്തി റിപ്പോർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്ത് ഈ ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇവിടെ കാണാം എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ 2 ഞാൻ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നു. ഒന്ന് Jio 5 മോഡത്തിൽ ഉപയോഗിക്കുന്നു. മറ്റൊരു നമ്പർ ഈസ് നൗ യൂസ്ഡ് ബൈ മൈ ഗ്രാൻഡ്സൺ. ദിസ് ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ഹിസ് നെയിം. ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ആക്ഷനാണ് എടുക്കുന്നത് എന്ന് നോക്കാം. നോട്ട് റിക്വയർഡ് ആൻഡ് നോട്ട് മൈ നമ്പർ എന്നീ 2 കാറ്റഗറിയിലുള്ള ഫോൺ നമ്പേഴ്സ് ഇറ്റ് വിൽ ബി ഫ്ലാഗ് ടു ദ സർവീസ് പ്രൊവൈഡർ ഫോർ വെരിഫിക്കേഷൻ. സർവീസ് പ്രൊവൈഡർ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്ത് കണക്ഷൻ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യും. അതിനൊരു ടൈം ഫ്രെയിമുണ്ട്. എന്ത് ആക്ഷനാണ് ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നതിനെപ്പറ്റി
ഈ സൈറ്റിൽ തന്നെ ഉള്ള FAQ പരിശോധിച്ചാൽ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഫോർജ് ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് ലഭിച്ച കണക്ഷനാണെങ്കിൽ an FIR will be filed and action taken. നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് ഉപയോഗിക്കാൻ എലിജിബിളായിട്ടുള്ള മാക്സിമം നമ്പേഴ്സിൻ്റെ മുകളിൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ക്രോണോളജി നോക്കി ആ നമ്പേഴ്സിൻ്റെ മുകളിലുള്ള നമ്പേഴ്സെല്ലാം സർവീസ് പ്രൊവൈഡർ ഡിസ്കണക്റ്റ് ചെയ്യും. സഞ്ചാർ സാത്തി വെബ്സൈറ്റും മൊബൈൽ ആപ്പും കൃത്യമായി ഉപയോഗിച്ചാൽ നമ്മുടെ ID മോഷണം നടത്തി നമ്മുടെ പേരിൽ മറ്റാരെങ്കിലും മൊബൈൽ സിം കൈക്കലാക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. Always remember that the fraudsters are a step ahead of us and be alert always. Hope this video has been useful. Thank you for watching. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. If you are not already subscribed to our channel, please do subscribe now. See you soon with another video. Take care.